വെൽക്കം ടു ദ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ റൈറ്റ് ടു ഈക്വാലിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾ 14 എന്താണ് പറയണത് എന്ന് കണ്ടു. അപ്പൊ അതിന്റെ തന്നെ തുടർച്ചയായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ആർട്ടിക്കിൾ 15 എന്താണ് പറയണത് എന്നാണ്. അപ്പൊ അതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഓരോ പ്രൊവിഷനും റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ തന്നെ ഡിഫറെന്റ് ആസ്പെക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 15 എക്സാക്ട്ലി എന്താണ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 15 പറയുന്നത് രണ്ട് ക്ലോസുകളിലായിട്ടാണ്. മെയിൻലി ആർട്ടിക്കിൾ 15ന്റെ ഒരു ആർട്ടിക്കിൾ 15 കംപ്ലീറ്റ് ആവുന്നത് രണ്ട് ക്ലോസുകളിലായിട്ടാണ്. അപ്പൊ ആദ്യത്തെ ക്ലോസ് പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ്. ഓക്കെ, ഇങ്ങനെ തന്നെയായിരുന്നു ആർട്ടിക്കിൾ 14 പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഓൺലി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലിജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, പോളിസീസ് ഉണ്ടാക്കാൻ പാടില്ല, സ്റ്റേറ്റ് ലെവലിലുള്ള ആക്ഷൻസ്, പ്രാക്ടീസസ് ഒന്നും തന്നെ ആളുകളെ ഈ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ആവാൻ പാടില്ല. ഏത് രീതിയിൽ? ഓൺലി എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൺലി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, മതം, റേസ്, വർഗം, കാസ്റ്റ്, ജാതി, സെക്സ്, സ്ത്രീയോ പുരുഷനോ മറ്റേതെങ്കിലും ജെൻഡറിലുള്ള ആളോ, ബേസിക്കലി ജെൻഡർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നോ ഇതിലേതെങ്കിലും കോമ്പിനേഷനിലോ ഉള്ള കാരണങ്ങൾ കൊണ്ട്, അതായത് ഈ കാരണങ്ങൾ കൊണ്ട് മാത്രം ആളുകളെ വേർതിരിച്ച് അവർക്ക് പ്രത്യേകമായി നിയമനിർമ്മാണം ഉണ്ടാക്കുകയോ ഏതെങ്കിലും നിയമം അവർക്ക് മാത്രമായിട്ട് അപ്ലിക്കബിൾ ആക്കുകയോ ചെയ്യുന്നത് ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, പോളിസീസ് ഉണ്ടാക്കാൻ പാടില്ല, ആക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല, പ്രാക്ടീസസും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയുള്ളത്? ആളുകളെ ഈ 5 ഗ്രൗണ്ടിന്റെ ബേസിസിൽ മാത്രമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വ്യത്യസ്തങ്ങളായ പോളിസീസോ നിയമങ്ങളോ ഇവർക്ക് അപ്ലിക്കബിൾ ആക്കുന്ന രീതിയിൽ ഒരു ഡിസ്ക്രിമിനേഷനും സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 15 എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. നമുക്ക് അറിയാം പല കാരണങ്ങൾ കൊണ്ട്. നമ്മൾ റിസർവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആർട്ടിക്കിൾ 15നെ കുറിച്ച് സംസാരിക്കും, ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആർട്ടിക്കിൾ 15നെ കുറിച്ച് സംസാരിക്കും. എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, സോഷ്യലി നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെയും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കുന്ന വളരെ മേജർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ആണ് ആർട്ടിക്കിൾ 15 എന്ന് പറയാതെ വയ്യ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 15ന്റെ 1-2 ക്ലോസ് പറയുന്നത്, രണ്ടാമത്തെ ക്ലോസ് പറയുന്നത് അത് മാത്രല്ല, ഇനി ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ, ഡിസേബിലിറ്റി, ലയബിലിറ്റിയും ഉണ്ടാവാൻ പാടില്ല ഈ പ്രത്യേക കാരണങ്ങൾ കൊണ്ട്. അതായത് ഇപ്പൊ ആദ്യം പറഞ്ഞ 5 ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ 5 ഗ്രൗണ്ടിലും ഉള്ള ആളുകൾക്ക്, ഈ 5 ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ മൂലം ഒരാൾക്കും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനോ ഡിസബിലിറ്റിയോ ലയബിലിറ്റിയോ ഉണ്ടാവാൻ പാടില്ല. എന്തിന്? യെസ്, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഇൻ ആക്സസിങ് പബ്ലിക് പ്ലേസസ്. അപ്പൊ നമുക്കറിയാം അയിത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹം ആണ് ഇന്ത്യയുടേത്. അവിടേക്കാണ് നമ്മൾ ഈ ഭരണഘടന കൊണ്ടുവരുന്നത്. നിലനിന്നിരുന്നത് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇന്നത്തെ സാഹചര്യത്തിൽ പോലും പല ഉൾനാടൻ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള അയിത്തം, തൊട്ടുകൂടായ്മയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെയൊക്കെ എന്താ വെച്ചാൽ പലപ്പോഴും ഒരു ജാതിയിൽപ്പെട്ട ആളുകളാണെന്നുള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നുള്ള കാരണം കൊണ്ടോ അവർക്ക് പബ്ലിക് ആയിട്ടുള്ള കിണറുകൾ ഉപയോഗിക്കാൻ പാടില്ല, റോഡുകൾ ഉപയോഗിക്കാൻ പാടില്ല, കോമൺ ആയിട്ടുള്ള ഇപ്പൊ കുളിക്കടവുകൾ, കുളത്തിലിറങ്ങണ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒക്കെ ഒന്നിച്ച് എല്ലാവർക്കും കുളിക്കാൻ പാടില്ല. അതുപോലെ കോമൺ ആയിട്ടുള്ള പബ്ലിക് പ്ലേസസ് ഓഫ് എന്റർടൈൻമെന്റ്, സിനിമാ തിയേറ്ററിൽ പോകാൻ പാടില്ല, നാടകം നടക്കുന്നിടത്ത് എല്ലാവരും ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സ്കൂളുകളിൽ ഒക്കെ ഇപ്പോഴും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആളുകൾക്ക് വഴി നടക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആർട്ടിക്കിൾ 15 മനസ്സിലാക്കേണ്ടത്. ഇത് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ഒരാൾക്കും ഒരു ഡിസബിലിറ്റിയും റെസ്ട്രിക്ഷനും ഉണ്ടാവാൻ പാടില്ല.
പബ്ലിക് പ്ലേസസ് ആക്സസ് ചെയ്യുന്നതിൽ. ഓക്കെ, പ്രൈവറ്റ് പ്ലേസസിന് അതില്ല. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് വരണം എന്ന് എനിക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരാൻ പാടില്ല എന്ന് വരുന്നത് ഈ ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആണ്. അങ്ങനെ വേണം നമ്മൾ ആർട്ടിക്കിൾ 15നെ മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത്, എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, അതായത് സ്റ്റേറ്റ് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഈ കാരണങ്ങൾ കൊണ്ട് അനുവദിക്കുന്നില്ല എങ്കിൽ പോലും സ്റ്റേറ്റിന് പ്രത്യേകമായി നിയമങ്ങൾ ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അത് ഒരു തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ആണ്. കാരണം ഒരു സ്ത്രീയാണ് എന്ന കാരണം കൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക, കുട്ടികൾ എന്നുള്ള ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെ? അത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെയുള്ള നിയമനിർമ്മാണം ആർട്ടിക്കിൾ 15 അനുവദിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമല്ല, സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അവിടെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് മാത്രമല്ല. ഇപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുമ്പോൾ അത് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. പക്ഷെ അതല്ലാതെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെയും അതാത് സമയങ്ങളിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരം ഉണ്ട്. അത് ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആവുകയും ഇല്ല. ഇത്രയുമാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആർട്ടിക്കിൾ 15. അപ്പോ 1ഉം 2ഉം ക്ലോസുകൾ പറയുന്നത് ഈ 5 ഗ്രൗണ്ടിൽ ആളുകളെ വേർതിരിക്കാനോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമിറ്റീസ്, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ പാടില്ല. എന്നാൽ അതേ സമയം തന്നെ ഇത്തരത്തിൽ ആളുകളുടെ പ്രത്യേക വിഭാഗത്തിന് അവർക്ക് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 15. ഇപ്പൊ ഇതിൽ ആദ്യം പറയുന്ന ഈ നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം എന്നുള്ളത് ആദ്യകാലത്തൊക്കെ കുറച്ച് നാരോ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതി 1981 നർഗീസ് മിർസയുടെ കേസിൽ, എയർ ഇന്ത്യ വേഴ്സസ് നർഗീസ് മിർസ, ഈ കേസിനെ സംബന്ധിച്ച് പ്രത്യേകമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അവിടെ പോയിട്ട് ഈ കേസിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ കേസിൽ എയർ ഹോസ്റ്റസിന് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക റിട്ടയർമെന്റ് ഏജ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് സുപ്രീം കോടതി പറഞ്ഞു ജെൻഡറിന്റെ ബേസിലുള്ള ഈ ക്ലാസിഫിക്കേഷൻ ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആണ്. എന്നാൽ ആ റെഗുലേഷനിൽ ഉണ്ടായിരുന്ന മറ്റ് കണ്ടീഷൻസ്, അതായത് വർക്കിംഗ് അവേഴ്സ്, ലേറ്റ് വർക്കിംഗ് അവേഴ്സ്, ഡിഫറെന്റ് റൂട്ട്സ്, അത്തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന കാരണം കൊണ്ട് വേണ്ടെന്ന് വെക്കുന്നതിനെ കോടതി എതിർത്തില്ല അന്ന്. കാരണം കോടതി അതിനെ ആ ഒരു വൈഡർ സെൻസിൽ ഡിഫൈൻ ചെയ്തില്ല. ഓക്കെ, എന്നാൽ പിന്നീട് 2008 അനൂജ് ഗാർഗ് വേഴ്സസ് ഹോട്ടൽ അസോസിയേഷൻ എന്നുള്ള കേസിൽ കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 15 ജെൻഡർ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ജെൻഡർ എന്ന വാക്കിനെ അതുമായി ബന്ധപ്പെട്ട സ്റ്റീരിയോ ടൈപ്പുകളെ ഒക്കെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഈ കേസിൽ എന്താ പറഞ്ഞത് വെച്ചാൽ ലിക്കർ സെർവ് ചെയ്യുന്ന ഹോട്ടലുകളിൽ ഒരു സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റെഗുലേഷനെയാണ് സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. പറഞ്ഞത് അത് ഒരു സ്റ്റീരിയോ ടൈപ്പാണ്, സ്ത്രീകൾ അവിടെ ലിക്കർ സെർവ് ചെയ്യുന്നുണ്ട് എന്ന കാരണം കൊണ്ട് സ്ത്രീകൾ അവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അത് ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആണ്. ഓക്കെ, കുറെ കൂടി വൈഡർ ആയിട്ട് 2018 നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. അതിൽ പറഞ്ഞത് ഇതിൽ ഈ ജെൻഡർ എന്നുള്ള വാക്കിന് എല്ലാ തരത്തിലുള്ള ജെൻഡറുകളെയും ഇൻക്ലൂഡ് ചെയ്യുകയും ഇപ്പൊ ലെസ്ബിയൻ, ഗേസ്, അങ്ങനെയുള്ള ബൈസെക്ഷൽ, ആ ടൈപ്പ് എല്ലാ തരത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷനെയും ഇൻക്ലൂഡ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൽ ഓറിയന്റേഷന്റെ ബേസിസിൽ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനെ ആർട്ടിക്കിൾ 15 അങ്ങനെ ഒരു സെക്ഷൽ ഓറിയന്റേഷന്റെ ബേസിസിൽ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ആർട്ടിക്കിൾ 15ന്റെ വയലേഷൻ ആയിരിക്കും എന്നാണ് 2018 പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 15 ആ ക്ലോസിനെ തന്നെ കൂടുതൽ വൈഡർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ആർട്ടിക്കിൾ 15 ഇതാണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത് എന്ന് കാണാൻ അടുത്ത വീഡിയോ. ഓക്കെ, ടിൽ ദെൻ ബൈ.